സർ, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുകയാണ്. മുൻകൂട്ടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് മുന്നൊരുക്കങ്ങളുമായിട്ട് UDF മുന്നേറുന്നു തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത്. ഇതുവരെ LDFന് സ്ഥാനാർത്ഥി ആയിട്ടില്ല. എന്താണ് സാർ നിലമ്പൂരിലെ ചിത്രം തെളിയാൻ ഇനി എത്ര ദിവസം എടുക്കും? വെള്ളിയാഴ്ച സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് CPM പറഞ്ഞിട്ടുണ്ട്. BJPക്ക് അത്ര വലിയ താല്പര്യമില്ല, പ്രാധാന്യമില്ലാത്ത തെരഞ്ഞെടുപ്പെന്നാണ് അവർ പറയുന്നത്. ചന്ദ്രശേഖർ പറയുന്നത്, രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അതാണ് സിറ്റുവേഷൻ. എന്നാലും BJP സ്ഥാനാർത്ഥി ഉണ്ടാവും. UDF പറഞ്ഞു 24 മണിക്കൂറിനകം സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പിന്നെ PV അൻവറിനെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് പോയി. ഇപ്പോൾ അൻവർ പറഞ്ഞിരിക്കുന്നത് ലേറ്റസ്റ്റായിട്ട് ചായ്പ് കിട്ടിയാലും മതി, UDFൻ്റെ കൂടെ കൂടിക്കോളാം, ചായ്പിലെങ്ങാനും ചാഞ്ഞ് കിടന്നോളാം, ചരിഞ്ഞ് കിടന്നോളാം, വേറെ വഴിയില്ല. അപ്പൊ PV അൻവർ എന്താണെന്ന് നമ്മൾ മുമ്പേ പറഞ്ഞ കാര്യം, UDF തള്ളിക്കളഞ്ഞാൽ പിന്നെ പുള്ളിക്ക് BJPയുടെ ക്യാമ്പിലേക്ക് പോകേണ്ടി വരും. കാരണം മറ്റിടത്തോട്ട് ഒരു കാരണവശാലും പ്രവേശിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം അദ്ദേഹം ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഉളുപ്പില്ല അദ്ദേഹത്തിന് ഏതഭിപ്രായം തിരിച്ചു പറയാനും മറിച്ചു പറയാനും ഒരു ഉളുപ്പില്ലാത്ത മനുഷ്യനാണെന്ന് അദ്ദേഹം നേരത്തെ തന്നെ തെളിയിച്ചത്. അതെ, 150 കോടിയുടെ അഴിമതി നടത്തിയിട്ടുണ്ട്. അത് കർണാടകത്തിലാണ് VD സതീശൻ കൊണ്ട് നിക്ഷേപിച്ചതെന്ന് പറഞ്ഞ ആളാണ്. എന്നിട്ട് പിന്നെ നമുക്ക് കണ്ടാൽ കഷ്ടം തോന്നും. അതുപോലെ മാപ്പ് പറഞ്ഞു ഞാൻ ഈ പറഞ്ഞതിന് അദ്ദേഹം എൻ്റെ വാക്കുകളെല്ലാം ക്ഷമിക്കണം, എല്ലാം എന്നും പറഞ്ഞ് ഇങ്ങനെ കരഞ്ഞു വിളിച്ചുകൊണ്ടിരുന്ന് മാപ്പ് ചോദിച്ച മനുഷ്യനാണ് PV അൻവർ. ഇവിടെ പ്രശാന്തി, അതല്ല വിഷയം. ഇങ്ങനെ സ്ഥാനാർത്ഥികൾ വരും പോകും, സ്ഥാനാർത്ഥികളാവും, മത്സരം നടക്കും. പക്ഷെ കഴിഞ്ഞ ദിവസം ഒരു ചാനലിൽ ഞാൻ കണ്ടു കുറേ സ്ഥിരം ബുദ്ധിജീവികൾ, സ്ഥിരം ചർച്ചാ തൊഴിലാളികൾ ഇരുന്നുകൊണ്ട് പറയുന്നു, എല്ലാവരും കൂടെ കണ്ഠമായിട്ട് ഐക്യകണ്ഠ്യേന പറയുകയാണ്, ഈ തെരഞ്ഞെടുപ്പിന് വലിയ പ്രാധാന്യമൊന്നുമില്ല, ഇത് 6 മാസത്തേക്കുള്ള ഒരു തെരഞ്ഞെടുപ്പ് മാത്രമാണ്, അവിടെ ഒരു പ്രാധാന്യമില്ലാത്ത തെരഞ്ഞെടുപ്പാണെന്ന് പറഞ്ഞ് ഇഗ്നോർ ചെയ്യുക. ഇത് പ്രശാന്തി വലിയൊരു നെറേറ്റീവാണ്. അതെ. ഇതിൽ LDFൻ്റെ പരാജയം ഉറപ്പാണ്. അപ്പോൾ LDF പരാജയപ്പെടുന്നു, ഈ തെരഞ്ഞെടുപ്പ് പ്രാധാന്യമില്ലാതായി. ബാക്കി ഉപതെരഞ്ഞെടുപ്പുകൾക്കെല്ലാം പ്രാധാന്യമുണ്ട്. 100 തികയ്ക്കുമെന്ന് പറഞ്ഞാണല്ലോ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സ്ഥിരമായിട്ട് മന്ത്രിമാരെല്ലാം തൃക്കാക്കരയിൽ ക്യാമ്പ് അടിച്ചിരിക്കുകയായിരുന്നില്ലേ? അത് ഉപതെരഞ്ഞെടുപ്പല്ലേ? അപ്പോൾ അതിനേക്കാൾ കുറഞ്ഞ സ്ഥലമാണോ നിലമ്പൂർ? തൃക്കാക്കര അങ്ങ് കൂടിയ സ്ഥലവും നിലമ്പൂരെന്ന് പറയുന്നത് പാവങ്ങളുടെ സ്ഥലമായതുകൊണ്ട് അത് ചെറിയ സ്ഥലമാണ്. നിലമ്പൂർ കോവിലകമൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോഴും അവർ ഈ പ്രിവി പേഴ്സൊന്നും ഇല്ലാതെ പണ്ടത്തെ ഒരു ഭൂപരിഷ്കരണം നിരപ്പണമായി പോയി. പിന്നെ പാവപ്പെട്ട 20,000-ഓളം ക്രിസ്ത്യാനികൾ കുടിയേറിയവർ, പിന്നെ പാവപ്പെട്ട ഒന്നുമില്ലാത്ത കുറേ ഈഴവർ, പിന്നെ പ്രബലമായിട്ടുള്ള പണവും ധനവും ഒക്കെയുള്ള മുസ്ലിങ്ങൾ, അതുപോലെ തന്നെ പാവപ്പെട്ട മുസ്ലിങ്ങൾ. അത് വലിയൊരു അവരുടെ കുറച്ച് ക്രിസ്ത്യൻ വോട്ട് 20,000 പേരാണോ? അതെ, അങ്ങോട്ടും ഡെയിലി ചെറിയ സംഖ്യ അല്ല, എന്നാലും അതെ. ഇപ്പം കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും, പുതിയ വോട്ടർമാരും ഒക്കെ അങ്ങനെ പ്രശ്നങ്ങൾ, കുറച്ച് മാറ്റം. ഇതിനകത്ത് എനിക്ക് എടുത്ത് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇതുവരെ നടന്ന ഈ സർക്കാർ വന്നതിന് ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലെല്ലാം സിറ്റിംഗ് പാർട്ടികൾ, ഇപ്പോൾ ഉദാഹരണത്തിന് തൃക്കാക്കര അങ്ങ് ചൂണ്ടിക്കാണിച്ചതുപോലെ, തൃക്കാക്കരയിൽ അത് കോൺഗ്രസിന്റെ MLA ആയിരുന്നു PT തോമസ്. അദ്ദേഹം മരിച്ചപ്പോഴാണ് ഉമ്മ തോമസ് അവിടെ മത്സരിച്ചത്, ജയിച്ചു. പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ മണ്ഡലമാണ്, ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ചാണ്ടി ഉമ്മൻ അവിടെ മത്സരിച്ച് ജയിച്ചു. ചേലക്കരയിൽ നമ്മുടെ രാധാകൃഷ്ണൻ സാറ് രാജിവെച്ച ഒഴിവിലേക്ക് അവിടെ മത്സരം നടന്നു, അത് CPM തന്നെ നിലനിർത്തി. പാലക്കാടും അതുപോലെ കോൺഗ്രസിൻ്റെ സീറ്റായിരുന്നു, അത് കോൺഗ്രസ് നിലനിർത്തി. ഇതിപ്പോൾ CPMൻ്റെ സിറ്റിംഗ് സീറ്റാണ് നിലമ്പൂർ. അവിടെ ആര് ജയിക്കും ആര് തോക്കും എന്നുള്ളതാണ്. ജയത്തേക്കാൾ കൂടുതൽ അവിടുത്തെ തോൽവിയാണ്. ആ തോൽക്കുന്ന ആളിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച കൂടുതൽ. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. CPM തോൽക്കുമെന്നുള്ളതിൻ്റെ വലിയ ഉറപ്പാണ്. അവർക്ക് ഇതുവരെ സ്ഥാനാർത്ഥി എത്രയോ നാൾ മുമ്പേ അറിയാം ഇങ്ങനൊരു തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണെന്നുള്ളത്. ഇതുവരെ അവർക്കൊരു സ്ഥാനാർത്ഥിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്പ്ലിൻഡർ ഗ്രൂപ്പായിട്ട് ഡോക്ടർ സരിൻ പാലക്കാട്ട് വന്ന പോലെ ആരെങ്കിലും വരുമോ എന്ന് കാത്തിരിക്കുകയാണ്. കോൺഗ്രസിൽ നിന്ന് ആരെങ്കിലും വാവിളർന്ന് കാത്തിരിക്കുകയാണ്. സമസ്തയുടെ പക്ഷത്തു നിന്ന് മുസ്ലിം ലീഗുമായിട്ട് അവർക്കിപ്പോൾ ഒരു ഭിന്നിപ്പ് വന്നിട്ടുണ്ട്. ആ സമസ്തയിൽ നിന്ന് ആരെയെങ്കിലും കിട്ടുകയായിട്ട് അവരെ പിടിച്ചു നിർത്തി ഒരു PV അൻവർ ആക്കിക്കൊണ്ട് മറ്റൊരു PV അൻവറിനെ സൃഷ്ടിക്കാം. നോക്കൂ പ്രശാന്ത്, 2000 ചില്ലുവാന വോട്ട് മാത്രമാണ് കഴിഞ്ഞ പ്രാവശ്യം PV അൻവറിന് ഭൂരിപക്ഷമായിട്ട് കിട്ടിയത്. ഈ 2000 മറികടക്കുക എന്ന് പറയുന്നത് UDFന് ഒരു പ്രശ്നമല്ല. കാരണം എന്താ? പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് ഈ ജനവിരുദ്ധ
ഭരണവിരുദ്ധ തരംഗം, ഭരണവിരുദ്ധ വികാരം കേരളത്തിൽ ശക്തമാണോ അല്ലയോ എന്ന് തെളിയിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ്. അത് മാത്രമല്ല, ഭരണവിരുദ്ധ വികാരം ഉണ്ട്. മൂന്നാം ഊഴം വരുമ്പോൾ എന്തായാലും അത് സ്വാഭാവികമായിട്ടും ഉണ്ടാവും. അതുകൂടാതുള്ളത് ജനവിരുദ്ധ നടപടികളുടെ ഒരു കരുവന്നൂർ, ഇതിൽ കൂടുതൽ വലിയ ഉദാഹരണങ്ങൾ വേണോ? അതുപോലുള്ള ജനവിരുദ്ധമായിട്ടുള്ള നടപടികളുടെ ഒരു പ്രതിഫലനം കൂടി ഇവിടെ ഉണ്ടാവും. അതുപോലെ തന്നെ ആശാ വർക്കർമാരോട് കാണിച്ച ആ അനുതാപമില്ലായ്മ, അതേസമയം അവരുടെ പേഴ്സണൽ സ്റ്റാഫിന് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ, അതുപോലെ PSCയിലെ ജീവനക്കാർക്ക് കൊടുക്കുന്ന ജില്ലാ ജഡ്ജിക്ക് തുല്യമായ ശമ്പളം, പിന്നെ മുഖ്യമന്ത്രിയുടെ മകനെ മരുമകളെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വരുന്ന, മകനെയല്ല മകളെ മരുമകനെയൊക്കെ പ്രൊമോട്ട് ചെയ്തുകൊണ്ട് CPMൻ്റെ ആജീവനാന്ത തൊഴിലാളികളായിട്ട് പ്രവർത്തിച്ചിരുന്ന ആളുകൾക്ക് മേൽ അവരെ കൊണ്ടിരുത്തിക്കൊണ്ട് അവരെ അധിക്ഷേപിക്കുകയും അവരെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുകയും മരുമകനെ ക്രെഡിറ്റ് ചെയ്യുകയും ചെയ്യുന്ന രീതി PV അൻവർ പലവട്ടം പറഞ്ഞിട്ടുള്ള മരുമോനിസം എന്നുള്ള വാക്കാണ് അദ്ദേഹം, ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, എന്നൊരു ധാരണ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ. കുടുംബസമേതം വിഴിഞ്ഞം കാണാൻ പോവുക, അതെൻ്റെ മകനും മകളുമായതുകൊണ്ട്. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ രാജാധിപത്യമൊന്നും അല്ലല്ലോ നീർക്കുന്നത്. അങ്ങനെ ഈ കുടുംബം വഴിക്കും തായ് വഴിക്കും പ്രത്യേക അധികാരമൊന്നും നമ്മുടെ ഭരണഘടന നടക്കുന്നില്ലല്ലോ. ഞാൻ ഭരണഘടന വായിച്ചിട്ട് അതിലേക്ക് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ എൻ്റെ മകനും മകളും ആയതുകൊണ്ടാണ് ഞങ്ങൾ പോയത് എന്നാണ്. അപ്പം മുഖ്യമന്ത്രി ഉദ്ദേശിച്ച് ഇങ്ങനെ ആയിരിക്കും, വേറെ ആരുടെയെങ്കിലും മകളെയോ ഭാര്യയോ എനിക്ക് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതായിരിക്കും ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ മകനും മകളും ആയതുകൊണ്ട് അദ്ദേഹം ഈ നിതി ആയോഗിൻ്റെ യോഗത്തിൽ അങ്ങനെ അവരെയും കൊണ്ട് പങ്കെടുപ്പിക്കുമോ? എനിക്കറിയാൻ പറ്റുമോ പങ്കെടുപ്പിക്കുമോ? അതിന് പ്രൊവിഷനുണ്ടോ? എനിക്കറിയില്ല. നമുക്കിതിനെക്കുറിച്ചൊരു വിദ്യാർത്ഥിയാണ്. ഞാനീ പറഞ്ഞു വന്ന വിഷയം, ആ കാണിക്കുന്ന ധിക്കാരങ്ങൾ, 40 വണ്ടികളുടെ അകമ്പടി കൂടി ഒപ്പുക, അതൊരു ജനവിരുദ്ധമാണ്. കേരളത്തിലെ അത്രയും യാത്ര ഇപ്പോൾ മുടങ്ങുകയാണ്. കേരളത്തിൻ്റെ ഒരു മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? വഴിയിലുള്ളവരെ അവരുടെ ഗുണ്ടകളെ വെച്ച് തല്ലിക്കൊല്ലുന്നത്, ഗുണ്ടാഭരണം നടക്കുന്നത് പോലുള്ള അനുഭവം ഉണ്ടാവുക, രക്ഷാപ്രവർത്തനം അതിനെ വിശേഷിപ്പിക്കുന്ന അഹങ്കാരം, ധിക്കാരം, ധാർഷ്ട്യം, ഇതിനെല്ലാം ജനങ്ങൾ പകരം ചോദിക്കുന്നത്. അതുപോലെ ശാന്ത, ഇത് വളരെ പ്രധാനപ്പെട്ട എങ്ങനെയുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റാണത്. ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഹിതപരിശോധനയാണ്, ശരിക്കും ഒരു ഹിതപരിശോധനയാണ്. സർക്കാർ ഇനി തൊട്ടടുത്ത് നിൽക്കുന്ന ആ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, അതിനെ തുടർന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പ്രതിഫലിക്കുക എന്നുള്ളതിൻ്റെ ഒരു പുലാക ന്യായമാണിത്. അതിന് കിട്ടുന്ന അവസരമാണ്. നമ്മൾ ഈ സർവേ ഒക്കെ നടത്താറുണ്ടല്ലോ, സർവേ ആരാണ് ജയിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആ സർവേ പോലെ സെർവ് ചെയ്യുന്ന ഒന്നാണ് വാസ്തവത്തിൽ നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ട് തന്നെ വളരെ പ്രസക്തമാണ്. തൊട്ടടുത്ത് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്, അതിന് തൊട്ടപ്പുറത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. ഇത് പ്രധാനമല്ലയോ ആണോ? പ്രശാന്തിന്റെ ഒരു കാര്യം ആ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് കൊണ്ട് ഒരു കാര്യമില്ലെന്ന് പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ബുദ്ധിശൂന്യത അല്ലെങ്കിൽ അടവ് നയം അല്ലെങ്കിൽ നറേറ്റീവ് എന്ന് മാത്രമേ പറയാൻ കഴിയൂ. ഇത് വളരെ പ്രധാനമാണ്. കാരണം അല്ലാതെ വേറൊരു മാർഗ്ഗമില്ല. സർവേകൾ ഇന്ത്യ ടുഡേയൊക്കെ എടുത്ത് BJP കുറേ സീറ്റ് കൂട്ടം പണ്ട് പറഞ്ഞിരുന്നു. അതുപോലുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റാണ് നിലമ്പൂരിലെ ജനങ്ങൾ എന്താ കേരളത്തിൽ നിന്ന് വേറിട്ടതാണ്. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് ഇനി വരുന്ന തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്നൊക്കെയാണ് പറയുന്നത്. എനിക്കത് മനസ്സിലാവുന്നില്ല. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കുന്നത് അതനുസരിച്ച് മറ്റു തെരഞ്ഞെടുപ്പുകളിൽ ഫലം ഉണ്ടാവുമെന്നല്ല, മറിച്ച് നിലമ്പൂരിൽ എന്ത് മാറ്റമാണ് വോട്ടിംഗ് പാറ്റേണുകളിൽ ഉണ്ടായിട്ടുള്ളത്, അതാണ് നമ്മൾ പഠിക്കുന്നത്. ആ പാറ്റേൺ തീർച്ചയായിട്ടും കേരളത്തിലെമ്പാടും പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. CPMനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് വിജയിച്ചില്ലെങ്കിൽ, അതൊരു സത്യമാണ്. പക്ഷെ സാറേ, കഴിഞ്ഞ ദിവസത്തെ ഒരു റിപ്പോർട്ട് പത്രങ്ങളിലൊക്കെ വന്നതാണ്. പണപ്പെരുപ്പത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ്. തൊഴിലില്ലായ്മയിൽ ഒന്നാം സ്ഥാനം. അന്ന് മാത്രമല്ല, വിലക്കയറ്റം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന സംസ്ഥാനവും കേരളമാണെന്നാണ് പറയുന്നത്. പട്ടിണി മരണം ഉണ്ടായി പത്തനംതിട്ടയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നത് കേട്ടാൽ കേരളത്തിലൂടെ തേനും പാലും ഒഴുകുകയാണ് എന്നേ തോന്നുന്നു. നറേറ്റീവുകൾ സൃഷ്ടിക്കുക. കരുവന്നൂരിൻ്റെ കാര്യത്തിൽ എന്നതുപോലെ നറേറ്റീവ് കൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല. ജനങ്ങളുടെ മുമ്പിൽ അവർക്കുണ്ടാകുന്ന അനുഭവമാണ് അവരുടെ ഗുരു എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിൻ്റെ ഒരു പ്രതിഫലനം അവിടുത്തെ തെരഞ്ഞെടുപ്പിലുണ്ടാവും. അത് വലിയൊരു രാഷ്ട്രീയ പാഠം തന്നെയായിരിക്കും. CPMന് അവരുടെ നയം തിരുത്താനുള്ള പാഠം തന്നെയായിരിക്കും. ഒരു പക്ഷേ അത് വളരെ ഗൗരവമായിട്ട് CPM കാണേണ്ട ഒന്നാണ്. അല്ല നിസ്സാരമായിട്ട് ഈ ബുദ്ധിജീവികൾ അന്തിച്ചർച്ചയ്ക്ക് വന്നിരുന്ന് പറഞ്ഞിട്ട് അവരുടെ സൗകര്യം അനുസരിച്ച് പറയുന്നത് പോലെ അല്ല. അങ്ങനെ നറേറ്റീവുകളൊന്നും സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ട. അതുകൊണ്ടൊന്നും എനിക്ക് പറയാനുള്ളത് ഈ അന്തിച്ചർച്ചകൾ കൊണ്ടൊന്നും ഒരു ഫലവും ഉണ്ടാകും. അതൊരു തരത്തിൽ നിലമ്പൂരിനെ ബാധിക്കാൻ പോകും. ഒരു മുഖത്തേൽക്കുന്ന അടിയായിരിക്കും നിലമ്പൂർ എന്നാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിൽ. ഒരു സാധാരണ മനുഷ്യൻ എന്നുള്ളത്, ഒരു ബുദ്ധിജീവിയൊന്നും അല്ലാത്ത സാമാന്യ നമ്മൾ ഈ സാധാരണ മാധ്യമ പ്രവർത്തകരുടെ ബുദ്ധി വെച്ച് അളക്കുമ്പോൾ പറയുന്നത് നമ്മൾ പറയുന്നത് എന്നാണ് ഞാൻ കരുതുന്നത്. അല്ല, ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ കണ്ടിട്ടുള്ള ഒരാളെന്നുള്ളത് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്.
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.